യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായുള്ള സമാധാന കരാറിലേക്ക് ഏറെ അടുത്തുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. കരാർ അന്തിമമാകും വരെ ഉള്ളടക്കം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടരുതെന്നും അരക്ചി പ്രതികരിച്ചിട്ടുണ്ട്. അരക്ചിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷെയർ ചെയ്തിട്ടുണ്ട്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. ഏറെ പ്രതീക്ഷയുടെ ഒരു ദിനമാണ് ഇനി വരാനിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ ഒരു സുപ്രധാനമായ കരാറിൽ, സമാധാനത്തിന്റെ കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഒരു നീക്കമെന്നത് അരക്ചിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതുവരെ അമേരിക്കയുടെയും ട്രംപിന്റെയും ഒക്കെ അവകാശവാദങ്ങളെ മുഴുവൻ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിനെല്ലാം ഇതെല്ലാം കളവാണ്, തെറ്റാണെന്ന് പറയുന്ന അരക്ചി തന്നെ ഇതാ കരാറിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശുഭസൂചനയായി കാണണ്ടേ? ഗുഡ് മോർണിംഗ് ഗോകുൽ പ്രവിധ. തീർച്ചയായിട്ടും US ഇറാൻ തമ്മിൽ ഒരു പ്രാഥമിക ധാരണയിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സമാധാന കരാറിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. എന്നാലും കരാർ ഒപ്പിടുവാൻ വളരെ അടുത്തെത്തിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്നെയാണ് നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാരാന്ത്യത്തിൽ തന്നെ, അതായത് വരും ദിവസങ്ങളിൽ തന്നെ ഈ കരാർ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൂചന നൽകുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാൻ മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം അത് നീക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകളായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് സ്വന്തമാക്കുകയോ ചെയ്യില്ലെന്നുള്ള ഇറാന്റെ ആ പഴയ നിലപാട് അത് അവർ വീണ്ടും ആവർത്തിക്കും. എന്നാൽ ഈ ഇറാന്റെ ആണവ പരിപാടിയുടെ ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലായിരിക്കും ഇത് തീരുമാനിക്കുക. ഏതാണ്ട് 60 ദിവസത്തോളം ഈ ചർച്ചകൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ചർച്ചകളിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയായിട്ടുണ്ടെന്നും ഈ കരാറിന്റെ അന്തിമ രൂപം സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോൾ ഇറാനിൽ നടക്കുകയാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഈ കരാറിന്റെ ഭാഗമായി ഇറാന് പണമൊന്നും നൽകുന്നില്ലെന്നും നിബന്ധനകളൊക്കെ പാലിച്ചാൽ മാത്രമേ ഭാവിയിൽ എന്തെങ്കിലും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാകൂ എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. JD വാൻസ് ആയിരിക്കും ഒരുപക്ഷെ ഈ കരാർ ഒപ്പിടാനായിട്ട് അമേരിക്കയെ പ്രതിനിധീകരിച്ച് പോകാൻ സാധ്യതയുള്ളത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കരാർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് വാൻസ് പറയുന്നത്. അതേസമയം ഈ കരാർ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന കരാറിന്റെ കരട് രൂപം അതൊന്നുമല്ല, ഇത്തരം ഊഹാപോഹങ്ങളിൽ നിന്ന് മാറണമെന്ന് രണ്ട് രാജ്യത്തിന്റെയും പ്രതിനിധികൾ പറയുന്നുണ്ട്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ കരാറിൽ തങ്ങൾ കക്ഷിയല്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് മാത്രമല്ല, ലെബനനിൽ നിന്ന് പിന്മാറാൻ ഒരു പദ്ധതിയും ഇല്ലെന്നാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒക്കെ നിലപാട്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫും അദ്ദേഹമാണ് ഇതിന് പ്രധാനമായിട്ടും മധ്യസ്ഥത വഹിച്ചത്. ഈ കരാർ അന്തിമ രൂപത്തിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കരാർ ഒരുപക്ഷെ സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരിക്കും ഒപ്പിടുവാനുള്ള സാധ്യത. സ്വിറ്റ്സർലൻഡ് ഇതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഗോകുൽ പ്രവിധ. ശരി, അങ്ങനെ ജനീവ ഒരു സുപ്രധാനമായ സമാധാന കരാറിന് ഒപ്പുവെക്കലിന് സാക്ഷ്യം വഹിക്കും, അതിന് വേദിയാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരുന്ന പ്രതികരണം അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇതുവരെയും കരാർ സംബന്ധിച്ച് ഒരു ധാരണയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ഇറാനാണ് കരാറിലേക്ക് അടുക്കുന്നു, കയ്യെത്തും ദൂരത്താണ് കരാർ എന്നൊക്കെ അബ്ബാസ് അരക്ചി വിദേശകാര്യ മന്ത്രി പറയുന്നത്. അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഉടൻ തന്നെ കരാർ സാധ്യമായിട്ട് ഞായറാഴ്ച നല്ല ദിവസമാകട്ടെ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.